Alhamdulillah Rabbil Alameen wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. An Abi Mas'ud radiyallahu anhu qala Rasulullah sallallahu alayhi wa sallam man dalla ala khairin falahu mithlu ajri fa'ilih. Rawahu Muslim. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ചെയ്ത ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ആ പ്രേരിപ്പിച്ച വ്യക്തിക്കും ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ഹദീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ നൽകുക, പ്രേരണ നൽകുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കലും ഉപദേശിക്കലും ഒക്കെ മഹത്തായ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണെന്ന് പല ഖുർആൻ സൂക്തങ്ങളിലും ഹദീസുകളിലും വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉത്തമ സമുദായത്തിൻ്റെ സവിശേഷതയായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ്. നിങ്ങൾ നന്മ ഉപദേശിക്കുന്നു, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നു, ചീത്ത കാര്യങ്ങൾ നിങ്ങൾ വിരോധിക്കുന്നു, അള്ളാഹുവിനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കാത്തവർ മഹാനഷ്ടത്തിലായിരിക്കുമെന്ന് ഖുർആൻ കാലത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലം തന്നെയാണ് സത്യം, തീർച്ചയായും മനുഷ്യൻ മഹാനഷ്ടത്തിലാണ്. വിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പരസ്പരം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിച്ചവരൊഴികെ. അപ്പോൾ ദീനിനെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്യുന്നവരാണ് നന്മക്ക് പ്രേരിപ്പിക്കാത്തവർ എന്ന് സൂറത്തുൽ മാഊനിൽ പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ദീനിനെ, ഈ മതത്തെ തന്നെ തള്ളിക്കളയുന്നവൻ, നിഷേധിക്കുന്നവൻ നീ കണ്ടിട്ടില്ലേ? ആരാണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥകളെ ഉപേക്ഷിക്കുന്നവനാണ്, ആട്ടി ഓടിക്കുന്നവനാണ്. വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ. അഗതിക്ക് ആഹാരം നൽകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക പോലും ചെയ്യാത്തവനാണ്. സൂറത്തുൽ ഹാക്കയിൽ പരലോകത്ത് തങ്ങളുടെ കർമ്മപുസ്തകം ഇടതുഭാഗത്ത് കൂടി നൽകപ്പെട്ടവർ നരകാവകാശികളാണെന്ന് ഓർത്തതിന് ശേഷം അതിൻ്റെ കാരണമായി എടുത്തു പറയുന്നത്, അവർ നരകത്തിൽ പോകാനുണ്ടായ കാരണം എന്തായിരുന്നു? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അസീം. മഹാനായ അള്ളാഹുവിൽ അവർക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ. പാവപ്പെട്ടവർക്ക് അന്നം നൽകാൻ അവർ പ്രേരിപ്പിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്, കല്ലാ ബല്ലാ തുക്ദിബൂനൽ യതീം. നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല. വലാ തഹാദ്ദൂന അലാ തഅമിൽ മിസ്കീൻ. അഗതിക്ക് അന്നം നൽകാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നില്ല. വിശ്വാസനോട് അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ, കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി സഹായം ചോദിച്ച് വന്നവനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു. ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ യാത്ര മുടങ്ങിയിരിക്കുന്നു, എൻ്റെ വാഹനം നഷ്ടപ്പെട്ടു, ഭക്ഷണമില്ല. വിശ്വാസം പറഞ്ഞു, എൻ്റെ പക്കൽ നിന്നെ സഹായിക്കാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന ആളുടെ അടുത്തേക്ക് പോവുക, അയാൾ നിന്നെ സഹായിക്കും. അങ്ങനെ അയാൾ അവിടെ ചെന്നു അദ്ദേഹം സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ വിശ്വാസം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിഥലു അജ്രി ഫാഇലി. ആരെങ്കിലും ഒരു നന്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തവന് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം ആ നന്മ ചൂണ്ടിക്കാണിച്ച ആൾക്കും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല നടപടിക്രമം തുടങ്ങി വെക്കുകയാണെങ്കിൽ അതിനുശേഷം അത് പിന്തുടരുന്ന ഓരോരുത്തർക്കും
കിട്ടുന്ന തത്തുല്യമായ പ്രതിഫലം എന്തോ അത് ആ തുടങ്ങി വെച്ച ആൾക്കും രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുണ്ടായി. അതുപോലെ തന്നെ ആരെങ്കിലും സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുകയാണെങ്കിൽ അത് പിന്തുടരുന്നവർക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രതിഫലം ആ സന്മാർഗത്തിലേക്ക് പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുന്നതായിരിക്കും. ഒരിക്കലും ഒരു യുവാവ് വന്നിട്ട് വിശ്വാസനോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് യാത്രക്ക് ആവശ്യമായതൊന്നും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ അടുത്തൊന്നുമില്ല. അപ്പോൾ വിശ്വാസന പറഞ്ഞു, നീ ഇന്ന ആളുടെ അടുത്തേക്ക് പോവുക, അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചതാണ്, പക്ഷേ രോഗിയായിപ്പോയി. അങ്ങനെ യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു ഈ വിവരം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതൊക്കെ ഇയാൾക്ക് കൊടുക്കുക, ഒന്നും മാറ്റിവെക്കണ്ട, അള്ളാഹു അതുവഴി നമുക്ക് ധാരാളം പ്രതിഫലം നൽകും, അനുഗ്രഹങ്ങൾ നൽകും. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.